ഇന്ത്യൻ പാർലമെന്റ് എന്നാൽ 140 കോടിയോളം വരുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമാണ്. ജനാധിപത്യത്തിന്റെ പരമോന്നത സഭയാണ്. എന്നാൽ മാണ്ഡിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിലെത്തിയ BJP MP കങ്കണ റണാവത്ത് ഓരോ ദിവസവും രാജ്യത്തിനു മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് എന്താണ്? അധിക്ഷേപങ്ങൾ, വംശീയ പ്രസ്താവനകൾ, ജനങ്ങളെ ആകെ അധിക്ഷേപിക്കുന്ന തരം താഴ്ന്ന രാഷ്ട്രീയ നാടകങ്ങൾ. കർഷകരെയും വിദ്യാർത്ഥികളെയും നേഴ്സുമാരെയും സ്വന്തം സഹപ്രവർത്തകരെയും വരെ നിരന്തരം അപമാനിക്കുന്ന കങ്കണയുടെ ഈ രാഷ്ട്രീയത്തെ നമ്മൾ എങ്ങനെ കാണണം? അബദ്ധത്തിൽ ഒരു തവണ നാവ് പിഴയ്ക്കുന്നതാണോ ഇത്? അതോ ജനങ്ങളെ ധ്രുവീകരിക്കാൻ ആസൂത്രിതമായി നടപ്പിലാക്കുന്ന വിദ്വേഷ പ്രചാരണമാണോ? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു എന്ന് പറഞ്ഞ് ചരിത്രത്തെ പരിഹാസ്യമാക്കിയ ചരിത്രം മുൻപും ഈ MPക്കുണ്ടായിരുന്നു. എന്നാൽ ആ വിഡിത്തങ്ങളെക്കാൾ അപകടകരമാണ് ഇന്നവർ നടത്തുന്ന രാഷ്ട്രീയ അധിക്ഷേപങ്ങൾ എന്നതാണ് പ്രധാന വസ്തുത. കങ്കണയുടെ വാക്കുകൾക്ക് നിയമപരമായ തിരിച്ചടികൾ കിട്ടാൻ തുടങ്ങിയതോടെ കാര്യങ്ങളുടെ ഗുരുതരാവസ്ഥ കൂടുതൽ വ്യക്തമാവുകയാണ്. 2020 ചരിത്രപരമായ കർഷക സമരത്തിൽ പങ്കെടുത്ത 73-കാരിയായ മഹീന്ദർ കൗറിനെ ഓർമ്മയില്ലേ? 100 രൂപ നൽകി സമരത്തിനെത്തിച്ച വയോധിക എന്ന് കങ്കണ അധിക്ഷേപിച്ച അതേ അമ്മ. ആ മാനനഷ്ട കേസിൽ ഒടുവിൽ പഞ്ചാബിലെ ബത്തിൻഡ കോടതിയിൽ നേരിട്ടെത്തി മാപ്പ് പറയേണ്ടി വന്നു ഈ BJP MPക്ക്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഹർജികൾ തള്ളിയതോടെയാണ് കങ്കണയ്ക്ക് കോടതി കയറേണ്ടി വന്നത്. മുൻപ് കർഷക സമരത്തെയും സമരക്കാരെയും അപമാനിച്ചതിന് ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് വനിതാ കോൺസ്റ്റബിളിന്റെ കയ്യിൽ നിന്ന് അടി കൊള്ളേണ്ടി വന്നതും ഇതേ കങ്കണയ്ക്കാണ്. എന്നാൽ ഈ തിരിച്ചടികളിൽ നിന്നൊന്നും MP പാഠം പഠിച്ചിട്ടില്ല. സ്വന്തം സിനിമയുടെ പ്രൊമോഷനായി വന്നിരുന്ന് രാജ്യത്തെ നഴ്സിംഗ് സമൂഹത്തെ ഒന്നാകെ അവർ അപമാനിച്ചു. രാജ്യത്ത് നഴ്സിംഗ് തൊഴിൽ ലൈംഗികവൽക്കരിക്കപ്പെട്ടു എന്നായിരുന്നു കങ്കണയുടെ പ്രസ്താവന. നഴ്സുമാർ ബ്രിട്ടീഷ് രീതിയിലുള്ള യൂണിഫോം ഉപേക്ഷിച്ച് ഭാരതീയ വസ്ത്രം ധരിക്കണമെന്ന് വാദിച്ച ഇവർ കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് ജനങ്ങളെ രക്ഷിച്ച നഴ്സുമാരുടെ ത്യാഗത്തെയാണ് ഒരൊറ്റ വാക്കിൽ തന്നെ ചെറുതാക്കി കണ്ടത്. IAS ഓഫീസറോ അധ്യാപികയോ ആകുന്നതിനേക്കാൾ പ്രധാനം നല്ലൊരു അമ്മയും പാചകക്കാരിയാകലുമാണ് എന്ന ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദീബെൻ പട്ടേലിന്റെ പൂർണ്ണ സ്ത്രീവിരുദ്ധ പ്രസ്താവനയെ പിന്തുണയ്ക്കാനും കങ്കണ ഓടിയെത്തി. ഒരു വശത്ത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് സ്ത്രീകളെ അടുക്കളയിലേക്ക് തിരിച്ചയക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തമായ ഇരട്ടത്താപ്പാണിത് എന്ന് ഉറപ്പാണ്. എന്നാൽ കങ്കണയുടെ വിദ്വേഷ പ്രചാരണം ഏറ്റവും ക്രൂരമായ തലത്തിലേക്ക് കടന്നത് നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്കെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് നേരെയാണ്. ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെയും ജൻസി തലമുറയെയും കങ്കണ വിളിച്ചത് ജനറേഷൻ ഗട്ടർ എന്നാണ്. അവരെ വിരൂപരും അഴിമതിക്കാരും പാറ്റകളും എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. ജനാധിപത്യപരമായ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ഒരു രാജ്യത്തെ യുവതയെ മുഴുവൻ ചവറുകൾ എന്ന് വിശേഷിപ്പിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെ ധൈര്യം വന്നു? നീറ്റ് പരീക്ഷാ തട്ടിപ്പിൽ ജീവിതം വഴിമുട്ടിയ വിദ്യാർത്ഥികളുടെ സമരത്തെ പരിഹസിച്ച കങ്കണയ്ക്ക് വിദ്യാർത്ഥി നേതാവ് സൗരവ് ദാസ് കൊടുത്ത മറുപടി കിറുകൃത്യമായിരുന്നു. അതിങ്ങനെയാണ്: കങ്കണയെ സ്വന്തം പാർട്ടി പോലും കാര്യമാക്കുന്നില്ല. കുറച്ച് രാഷ്ട്രീയ മര്യാദ എന്തെന്ന് അവർ അത്യാവശ്യമായി പഠിക്കേണ്ടതുണ്ട്. അത് കങ്കണയ്ക്കുള്ള നല്ല മറുപടി എന്ന് സോഷ്യൽ മീഡിയയും പറഞ്ഞു. രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇവിടെയും തീരുന്നില്ല. ഞാനൊരു അഭിമാനിയായ സംഖ്യയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച കങ്കണ മുസ്ലിം യുവാക്കളെ വിവാഹം കഴിച്ച ബോളിവുഡ് നടിമാർ തീവ്ര ഇടതുപക്ഷക്കാരായി മാറുന്നുവെന്ന വിഷലിപ്തമായ വർഗീയ പ്രചാരണവും അഴിച്ചുവിട്ടിരുന്നു. സോനാക്ഷി സിൻഹയെയും സ്വര ഭാസ്കറെയും പോലുള്ള നടിമാരെ പരോക്ഷമായി ലക്ഷ്യമിട്ടായിരുന്നു ഈ വിദ്വേഷ പ്രചാരണം. അതായത് ഇത്തരം അധിക്ഷേപങ്ങളിൽ നിന്ന് പൊതുശ്രദ്ധ തിരിക്കാൻ കങ്കണ ഉടൻ തന്നെ ഇറക്കുന്ന അടുത്ത കാർഡാണ് വർഗീയത. അതിനാണെങ്കിൽ അവർക്ക് ഒരു പഞ്ഞവുമില്ലല്ലോ. ഒരു ദിവസം വിദ്യാർത്ഥികളെ ഗട്ടർ എന്ന് വിളിക്കുകയും അടുത്ത ദിവസം ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ആശംസകൾ നേരുകയും ചെയ്യുന്ന എത്രയോ വിചിത്രവും കാപട്യം നിറഞ്ഞതുമായ നിലപാടുകളാണ് അവർക്കുള്ളത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം: കങ്കണ റണാവത്ത് നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ കേവലം വ്യക്തിപരമായ അഭിപ്രായമല്ല എന്ന് ഉറപ്പാണ്. അവർ ഭരണം നടത്തുന്ന BJPയുടെ ഔദ്യോഗിക പാർലമെന്റ് അംഗമാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളെ പാറ്റകളെന്നും നഴ്സുമാരെ ലൈംഗികവൽക്കരിക്കപ്പെട്ടവരെന്നും കർഷകരെ വിലക്കെടുത്തവരെന്നും വിളിക്കുമ്പോഴും BJP നേതൃത്വം പൂർണ്ണ മൗനത്തിലാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രതിഷേധിക്കാനുള്ള അവകാശത്തെയും പൗരന്മാരുടെ ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന ഈ MPയെ നിയന്ത്രിക്കാൻ BJP തയ്യാറാകുമോ? അതോ ഇത്തരം വിദ്വേഷ രാഷ്ട്രീയം തന്നെയാണോ BJPയുടെയും അജണ്ട?